എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. മരണമാസം എന്റെ മോനെ ചിരിച്ചൊരു വഴിയായിട്ടോ. സത്യമായിട്ട് പറയാ, അമ്പു അതില് ഏറ്റവും എടുത്തു പറഞ്ഞ സാധനമുണ്ട്. എനിക്ക് തന്നൂടെ, എനിക്ക് തന്നൂടെ. ഞാനത് കാറിലിരുന്ന് പറയോണ്ടിരിക്കായിരുന്നു. അത് ആ പറയുന്ന സമയത്ത് തിയേറ്ററിൽ നമുക്ക് പെട്ടെന്ന് കിട്ടൂല, ചെറിയ സൗണ്ടിലാ പറഞ്ഞു പോണേ. പക്ഷെ ആ പറയുന്ന ഒരു രീതി ശൈലിയൊക്കെ എന്തൊരു രസമായിട്ട് അത് പറഞ്ഞേക്കുന്നതെന്ന് അറിയോ? എനിക്ക് തന്നൂടെ, എന്താണെങ്കിലും ഗംഭീര സിനിമ കേട്ടോ. എന്തായാലും മരണമാസ സിനിമയുടെ റിവ്യൂ ആണ്. ശിവപ്രസാദ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നടനായി വന്നിരിക്കുന്നത് നമ്മുടെ ബേസിൽ ജോസഫാണ്. പിന്നെ മറ്റു പ്രധാന വേഷത്തിലെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സിജു സണ്ണി ഉണ്ട്. സിജു സണ്ണിയാണ് ഇതിൻ്റെ സ്റ്റോറി കേട്ടോ. സിജു സണ്ണി ഒരു പ്രധാന വേഷം ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൽ ഒരു അപ്പനായിട്ട് വന്നിരിക്കുന്ന ഒരാളുണ്ട്, ഒരു ശവമായിട്ട് അഭിനയിച്ച ഒരാള്. ഗംഭീരം. അയാള് ശവം മാത്രമല്ല, അതിന് മുമ്പ് കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. അതാ അയാള് ജീവനുള്ള സമയം മൊത്തം ഗംഭീരാക്കിയിട്ടുണ്ട്. സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ. മൂപ്പര് ആക്ടിങ് ആണെങ്കിലും മൂപ്പര് തന്നെ ഉണ്ട് ഒരു ഒന്നൊന്നര കോമഡിക്കുള്ള മുതല്. അത്ര അടിപൊളിയായിരുന്നു. അതെ, നല്ല അടിപൊളി നടനാ. എന്തായാലും സുരേഷ് കൃഷ്ണ, കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ ഉണ്ട്. പിന്നെ രാജേഷ് മാധവൻ വേറെ ലെവലാണ് കേട്ടോ, വേറെ പരിപാടിയാണ്. പിന്നെ അനിഷ്മ നായിക. എന്താണെങ്കിലും സുരേഷ് കൃഷ്ണ ഇതിനകത്തും ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീരാക്കിയിട്ടുണ്ട്. ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സുകൾ നിറഞ്ഞിട്ടുള്ള ഒരുപാട് കോമഡി ഉള്ള ഒരുപാട് സീനുകളുണ്ട്. നല്ല രസമുള്ള ഡയലോഗ്. അതാണ് എൻജോയ് ചെയ്തിരിക്കാം, മനസ്സറിഞ്ഞ് ചിരിക്കാന്ന് പറയില്ല, അങ്ങനെ ഇരുന്ന് ചിരിക്കാം. അത് ഡയലോഗ് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് പോലും നമുക്ക് ചിരി വരുന്നുണ്ട്. അതായത് പിന്നെ ഓർത്തിട്ട് പിന്നെ ചിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു കേട്ടോ. നല്ല കറക്റ്റ് ഡാർക്ക് കോമഡിയാണ്. അതെ, ഇതൊക്കെ എന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ അല്ലേ? എല്ലാവർക്കും അങ്ങനെ ഓക്കെ ആവുന്ന അറിഞ്ഞൂടാ. ഈ രീതിയിലുള്ള സിനിമകളൊക്കെ ഇപ്പൊ ഏതാണ്ടൊക്കെ എല്ലാവരും കണ്ട് ശീലിച്ചത് കൊണ്ട് ശീലമായിപ്പോയി. സിനിമകൾ അങ്ങനെ തന്നെ എൻജോയ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് പ്രശ്നമല്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതൊന്നും അങ്ങനെ ചോദ്യമൊന്നും വരില്ല. അതാണ് അതിന്റെ രസം. അത് പിന്നെ ഓൾറെഡി ആ ടീം തന്നെ ആദ്യം പറയുന്നുണ്ട് ഇത് ഡാർക്ക് ഹ്യൂമർ ആണ്. കാരണം സിറ്റുവേഷൻ ചിലപ്പോ ഭയങ്കര പ്രശ്നം പിടിച്ച സിറ്റുവേഷനാ, വളരെ സീരിയസ് ആയി. അവിടെ കാണിച്ചു കൂട്ടുന്ന കോമഡി ഉണ്ടല്ലോ, പൊന്നെ ചിരിച്ചിട്ട് മടുത്തു. ഇന്ന് രാവിലെ ബസൂക്ക സിനിമ കണ്ടപ്പോ അതിലൊരു കാമിയോ ഉണ്ടായിരുന്നു. ആ കാമിയോ പോലെ തന്നെ അത് രസകരമായ കാമിയോ ആയിരുന്നു. ഇതിലൊരു കാമിയോ ഉണ്ട്, അമ്പോ ഒരു രക്ഷയില്ലാത്ത കാമിയോ. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഒക്കെ ഉള്ളൂ. ചിരിച്ചും പറഞ്ഞ് അതിനകത്ത് ആ സമയത്ത് പറയുന്ന ഡയലോഗ്, അവര് തമ്മിലുള്ള ബന്ധമൊക്കെ കൂടി നമ്മുടെ മനസ്സിലോട്ട് അങ്ങ് ഓടി വരും. ഒരാളും എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഒരു ഈ ധൈര്യമുള്ള ഒരു നടനും ഉണ്ടാവില്ല. സത്യം, അത് അത്ര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അഭിനയിച്ച് തകർക്കായിരുന്നു മുത്തുപടി. എന്തായാലും ബേസിൽ ജോസഫ് അഴിഞ്ഞടിയുണ്ട്, നിറഞ്ഞടിയുണ്ട്. സത്യത്തിൽ ആളുടെ ഒരു വലിച്ച ഒരു സമയം, ഒരു കിളി പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ആ സമയത്ത് മാത്രമാണ് അതിലൊരു കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുള്ളത്. അത് അങ്ങനെ ചെയ്യേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. അതിലെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ആ സമയത്ത് ഒരു ബോഡി എടുത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അത് ആള് വീക്കായിട്ടിരുന്നാലേ അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആളുടെ ക്യാരക്ടറിനെ അത് ബാധിക്കുന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്. ആ സമയത്ത് കുറച്ചൊന്ന് ഒരു ചെറിയൊരു ഇതുണ്ട്. അതുവരെ കത്തി നിൽക്കുന്ന ആള് ഒന്ന് വോൾട്ടേജ് പറഞ്ഞ അങ്ങനെ ഉണ്ടാവും, ആ അവസ്ഥയിലായിപ്പോയി. പക്ഷെ ആ സമയത്ത് മറ്റുള്ളവരൊക്കെ അഴിഞ്ഞാടി കോമഡി നല്ല നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് മറ്റേ സാധനം, നീ എന്നാ കൺവിൻസ് ചെയ്യും, ഞാൻ അപ്പത്തേക്കും വിളിച്ചിട്ട് വരാന്ന് പറയുന്നത്. എവിടെ ഇതിന്റെ ടയർ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ടേ പിന്നെ ഇന്റർവെല് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് സീരിയസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം വരുന്നുണ്ട്. ആ സമയത്ത് മാത്രമേ കോമഡി ഇല്ലാതെ വരുന്നുള്ളൂ. അതൊരു ഇത്തിരി സീരിയസ് ആണ്. പക്ഷെ സീരിയസ് ആയിട്ട് ലാഗാണെന്നല്ല കേട്ടോ. അതിനുശേഷം വീണ്ടും തുടങ്ങുകയാണ്. കോമഡി ഇല്ലാത്ത മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല, ചിരിച്ചോണ്ടേ ഇരിക്കേണ്ടി. പിന്നെ സുരേഷ് കൃഷ്ണ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുണ്ട്, വോയിസിൽ കാമിയോ ചെയ്തിട്ടുള്ള ഒരു രക്ഷയില്ല. കുണുവാവ, നമ്മുടെ കുണുവാവ, എന്റെ പൊന്നെ അത് ഭയങ്കര, അത് കറക്റ്റായി എന്നുള്ളതാണ്. സിറ്റുവേഷനും ആ കോള് നമ്മളിങ്ങനെ പ്രതീക്ഷ നമ്മൾ തന്നെ വിചാരിക്കുമല്ലോ ഇപ്പൊ വരും കോള് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും. അങ്ങനത്തെ സിറ്റുവേഷനുകളും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കഥാപാത്രങ്ങളുടെ മൊത്തം കണക്ഷനെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാബു ആന്റണിക്ക് വലിയതായിട്ട് ചെയ്യാനില്ല,
പക്ഷെ ആദ്യ തുടക്കത്തിലൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാവുമെന്ന് തോന്നിയിട്ട് പക്ഷെ ആള് പിന്നെ ചിത്രത്തിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു 2 സിനിമയിലും അത് തന്നെ വാമൻ എനിക്ക് പറ്റും. അതായത് ബസൂക്കയിലും അങ്ങനെ തന്നെയാണ്, വലിയ സംഭവമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതെ, ഒരു ഡയലോഗ് പോലും ഇല്ല ഇതിനകത്ത്. പിന്നെ ഡയലോഗ് ഉണ്ട് കേട്ടോ, 1-2 സ്ഥലങ്ങളിൽ ഡയലോഗ് ഉണ്ട്. വരുന്ന സമയം രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുണ്ട്. പക്ഷെ ആ ഒരു നമുക്ക് ബാഹുബലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്തായിരുന്നു, ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിലേക്ക് ആളുടെ ആക്ടിങ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ പല സമയങ്ങളിലും മിസ്സിങ് ആണെന്നുള്ളൂ. സത്യം. എന്തായാലും രാജേഷ് മാധവൻ ആളൊരു സൈക്കോ കില്ലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നൊന്നര സൈക്കോട്ടോ, ഗംഭീരം. ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചു. ആളും മറ്റേ ഓരോ സമയത്ത് ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴും അതിനുശേഷം ആളുടെ സ്വഭാവം മാറുമ്പോഴൊക്കെ ദൈവമേ നമുക്ക് തന്നെ ഞെട്ടിപ്പോവും. അങ്ങനത്തെ ലെവലിലേക്കൊക്കെ ആള് മാറിപ്പോകുന്നുണ്ട്. ഇതില് ജോമോൻ ജ്യോതിറും പിന്നെ അയ്യോ ആളുടെ പേരെന്തായിരുന്നടാ, മറന്നുപോയി. അയ്യോ നമ്മുടെ സൂക്ഷ്മദർശിനിയിലൊക്കെ ഉള്ള ആളുടെ ഫ്രണ്ട് ആയിട്ടുള്ള എന്തായിരുന്നു, അയ്യോ നമ്മുടെ ആവേശത്തിലൊക്കെ വരുന്ന മറ്റേ എന്ത് കളിക്കുന്നാടാ, അന്താക്ഷരി കളിക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ആളും ഇവര് രണ്ടുപേരും സൂപ്പറായി ചെയ്തിട്ടുണ്ട്. സിബുത്തേരിയിലെ കുറച്ച് സീനുണ്ട് വേറെ, മറ്റേ എന്തുവാ ഡേറ്റ് അല്ല എന്തൊക്കെ സേവ് ദ ഡേറ്റ്, എന്റെ പൊന്നെ സിബുത്തേരിയിൽ രാത്രി ഒരു രക്ഷയില്ല. ഗംഭീര സീന. എന്താണെങ്കിലും എൻജോയ് ചെയ്തു കേട്ടോ, ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. അതായത് ചിരിച്ചും മറിഞ്ഞിട്ട് ഇറങ്ങി വന്ന എനിക്ക് തോന്നുന്നു ഞാൻ രോമാഞ്ചത്തിനാണ് അത്യാവശ്യം നന്നായിട്ട് ചിരിച്ചിട്ടുള്ളത്. പിന്നെ അടികപ്പിയിലെ കൂട്ടമണി, പ്രേമലു ചിരിച്ചു പറഞ്ഞല്ലേ. ഇങ്ങനെ 3 സിനിമകൾ അതിനുശേഷം പിന്നെ മറ്റേ സിനിമ ഒരുപാട് ചിരിച്ചായിരുന്നു കേട്ടോ. അതെന്നറിയോ, എന്താ മൈ ഡിയർ മമ്മി, എന്തായിരുന്നു, ഹലോ മമ്മി ഫസ്റ്റ് ഹാഫ് ചിരിച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സിനിമകള് അങ്ങനെ നന്നായിട്ട് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് മരണമാസം. എന്താണെങ്കിലും ഇനി നമുക്ക് ഉള്ളത് ആലപ്പുഴ ജിംഖാനയാണ്. ഇനി കാണാനുള്ളതാണ്. എന്തായാലും 3 സിനിമകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒന്നും കൂടി കാണാൻ പോയാൽ തെക്കോട്ട് എടുക്കേണ്ടി വരും. മാസ് കാണിക്കാൻ വേണ്ടി പോയിട്ട് മരണപ്പെട്ടു രണ്ടുപേരും. മാസായിരിക്കും സംഭവം. എന്താണെങ്കിലും തിയേറ്ററിൽ പോയി കണ്ടവര് അഭിപ്രായങ്ങൾ പറയാ. എന്തായാലും സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, എല്ലാം BGM എല്ലാം നല്ലതാണ്. BGM BGM SK. പിന്നെ എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ്. എഡിറ്റിംഗ് ആണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി വളരെ നീരജാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. സിനിമ നല്ല രസമാണ്. അതായത് ചിരിക്കാ വരുന്നിട്ട്, അല്ലാണ്ട് ഭയങ്കര സംഭവമായിട്ട് സീരിയസ് ആയിട്ട് അല്ലെ അങ്ങനത്തെ ഒരു ചിന്താഗതിയോടെ ആ സിനിമയ്ക്ക് പോകരുത്. ഇതെന്താണോ അവര് പറഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് മാത്രം പോവാ. ഇത് ഇങ്ങനത്തെ മതി, അതാണ് ഇത്ര ഉള്ളൂ ഒരു സിനിമയിൽ, ഇത്ര മതി. ഈ ഉദ്ദേശിക്കുന്ന സാധനം കൺവേ ആവുക, കറക്റ്റ് ആവുക, അത് മതി. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അച്ഛൻ തന്നെ ഇത് കണ്ടവർക്ക് മനസ്സിലാവും. ലാസ്റ്റ് ക്ലൈമാക്സ് വരെ കണ്ട ആൾക്കാർക്ക്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജേഷ് മാധവന്റെ എനിക്ക് തരായിരുന്നു. എനിക്ക് തന്നൂടെ, എനിക്ക് അതാ ചോദിക്കുന്ന സമയത്ത്. അതിനു മുമ്പ് അത് വേറെ രീതി ചോദിക്കുന്നു. പല രീതിയിൽ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇത് ഒന്നും ഒരു ഓക്കെ ആവുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ കുനിഞ്ഞിട്ട് എനിക്ക് തന്നൂടെ, നിങ്ങൾ ഒരു ബുദ്ധിമുട്ടണ്ട, എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കുന്ന സാധനമാണ്. അത് നല്ല അതൊരു വല്ലാത്ത എഫക്റ്റ് അത് കാണുമ്പോ. അക്കൗണ്ടിൽ കുറച്ചുണ്ട്, വേണ്ട മോളെ, ലക്ഷം ചോദിക്കുന്ന സാധനം 5 ലക്ഷം എന്ന് പറയും. അപ്പം 5 ലക്ഷം അല്ലേ, എന്നിട്ട് 6,000 രൂപ ഉള്ളു. അത് മതി അതും വേണ്ട. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് കഥയെന്നല്ല, ചില സിറ്റുവേഷൻസ് ആണ് ഞങ്ങൾ പറയുന്നത് സിനിമയിലെ. ഇത് കണ്ട ആൾക്കാർക്ക് അത് കത്തും, അല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഇവരെന്തീ പറയുന്നത് വിചാരിക്കും. സിനിമ കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സിനിമ എന്തായാലും പോയി കാണുക, തിയേറ്ററിൽ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും ഗംഭീര സിനിമയാണ്. കോമഡി സിനിമക്ക് നമ്മൾ പിന്നെ ആ സംഭവങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് പറഞ്ഞത് ഗംഭീര സിനിമയാണ്, പോയി കണ്ടോളാം, മുതലാവും. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.